ക്യാൻസർ, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പൊ ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന് ക്യാൻസർ അല്ലാതെയും രണ്ട് വിധത്തിലും പല വിധത്തിലും തൈറോയ്ഡ് ഗ്ലാൻഡിന് സ്വെല്ലിംഗ് ഉണ്ടാവാവുന്നതാണ് വാസ്തവം. അപ്പൊ ആദ്യം തൈറോയ്ഡ് സ്വെല്ലിംഗ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അതെ, തൈറോയിഡിന് പൊതുവെ ഉണ്ടാകുന്ന എല്ലാ മുഴകളും എല്ലാ വലിപ്പങ്ങളെയും കൂടെ ആകെ പറയുന്ന ഒരു വാക്കാണ് ഗോയിറ്റ്. അപ്പൊ ഗോയിറ്റ് തന്നെ പല രീതിയിലുള്ള ഗോയിറ്റാണ്. ക്യാൻസേഴ്സ് അല്ലാത്ത സംഗതിയെപ്പറ്റി ആദ്യം പറയാം. ഫിസിയോളജിക്കൽ ഗോയിറ്റ്, അതായത് 10-12 വയസ്സാകുമ്പോൾ പ്രായപൂർത്തിയാകാവുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ബോയ്സിന് കൂടി ഉണ്ടാകുന്ന തൈറോയിഡിന്റെ ഗ്രന്ഥിയുടെ വീക്കത്തിനാണ് ഫിസിയോളജിക്കൽ ഗോയിറ്റ് ഗോയിറ്റ്. എന്നാൽ പത്തോളജിക്കലി ഗോയിറ്റ് ഉണ്ടാകുന്ന രണ്ട് തരം. ഒന്ന് ബിനൈൻ. ബിനൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നോഡ്യൂൾ ആകാം, സോൾട്ടറി നോഡ്യൂൾ എന്ന് പറയും. അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ നോഡ്യൂൾസ്, അതിനെ മൾട്ടിനോഡുലാർ ഗോയിറ്റ് എന്ന് പറയും. അതുമല്ലെങ്കിൽ ചിലപ്പോൾ സിസ്റ്റിക് സ്വെല്ലിംഗ്, ചെറിയ സിസ്റ്റൊക്കെ ഉണ്ടാകും. ഇതൊക്കെയാണ് ബിനൈൻ സ്വെല്ലിംഗ്. മെലിഗ്നന്റ് സ്വെല്ലിംഗ് എന്ന് പറയുന്നത് ക്യാൻസറസ് സ്വെല്ലിംഗ്. അത് തന്നെ പല തരങ്ങളായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ഡിസ്കഷനിൽ ഞാൻ പറയാം. എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം ഇതേപോലെ പ്രാധാന്യമാണ് ഈ ഫംഗ്ഷൻ. ആദ്യം പറഞ്ഞ തൈറോക്സിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പോ ഈ ഗ്രന്ഥിക്ക് എക്സസ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. അതിനെ തൈറോയ്ഡ് ടോക്സിക്കോസിസ് അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. അതേപോലെ ഈ ഗ്രന്ഥിക്ക് പ്രവർത്തനം നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ കുറഞ്ഞു പോകും, അതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. ഇങ്ങനെ പലതരത്തിലുള്ള വ്യതിയാനങ്ങളും വ്യത്യസ്തമായ പ്രശ്നങ്ങളും സംഭവിക്കാവുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞ് പറയാൻ പറഞ്ഞു മാലിഗ്നന്റ് സ്വെല്ലിംഗ്സിനെ ഒന്ന് വേർതിരിച്ച് പറയാൻ പറഞ്ഞില്ല. അതിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള എല്ലാ അപകടകാരികളായ സ്വെല്ലിംഗ്സിനെ കുറിച്ചുകൂടെ പറയാം. ഈ തൈറോയ്ഡ് ക്യാൻസറിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭഗവാൻ നമ്മളോട് വന്നിട്ട് ഒരു സ്ത്രീയോട് വന്ന് പറയാൻ നിനക്ക് ഞാനൊരു ക്യാൻസർ തരും, അത് ഏത് സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ ചാടി പിടിച്ചു വാങ്ങിക്കേണ്ട ക്യാൻസറാണ് തൈറോയ്ഡ് ക്യാൻസർ. കാര്യം 100% സുഖമാക്കാവുന്ന ഒരു ക്യാൻസറാണ് തൈറോയ്ഡ് ക്യാൻസർ. അപ്പൊ അതുകൊണ്ട് ഈ തൈറോയ്ഡ് ക്യാൻസർ വന്നു കഴിയുമ്പോൾ ഈ രോഗം പോയി അവസാനിച്ചു അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളാണെന്ന് പറയുന്ന കാര്യമില്ല. കൃത്യസമയത്ത് തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ 100% ക്യൂർ ചെയ്യാവുന്ന സംഗതിയാണ് തൈറോയ്ഡ് ക്യാൻസർ. ഈ തൈറോയ്ഡ് ക്യാൻസറിന് ക്യാൻസർ സ്വെല്ലിംഗ്, തൈറോയ്ഡ് എന്ന് പറയുന്ന എല്ലാം മുഴകളായിരിക്കും, അല്ലാതെ ഒരു ക്യാൻസർ ഉണ്ടാവാൻ പോസിബിലിറ്റി ഇല്ല. ഇത് പ്രധാനമായും 3 തരത്തിലുള്ള തരം ക്യാൻസറുകളായ മനുഷ്യന് സംഭവിക്കാവും. തൈറോയ്ഡ് ഉണ്ടാവുന്ന ക്യാൻസർ. ഒന്ന് ഡിഫറൻഷിയേറ്റഡ് തൈറോയ്ഡ് ക്യാൻസർ എന്ന് വെച്ചാൽ ഏതാണ്ട് നോർമലായിട്ടുള്ള തൈറോയ്ഡ് ഗ്രന്ഥിയുടെ കോശങ്ങളെ പോലെ തന്നെയുള്ള എന്നാൽ അല്പം വ്യത്യാസമായ കോശങ്ങൾ. ഇതാണ് ഡിഫറൻഷിയേറ്റഡ് തൈറോയ്ഡ് ക്യാൻസർ. 100% സുഖമാക്കാവുന്ന ക്യാൻസർ. അതുതന്നെ പാപ്പിലറി, ഫോളിക്കുലർ, മിക്സർ, ഇങ്ങനെ 3 ടൈപ്പാണ് മെഡിക്കലി നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അനാപ്ലാസ്റ്റിക് ക്യാൻസർ എന്ന് വെച്ചാൽ ഒരു കുറെ നാൾ നമ്മൾ ഈ തൈറോയ്ഡ് ഗ്രന്ഥികളുള്ള ഈ പലരും നമ്മളിങ്ങനെ പേടിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാതെ ട്രീറ്റ് ചെയ്യാതെ കൊണ്ടുനടക്കും. ഇങ്ങനെയുള്ള ഈ ഗ്ലാൻഡ് പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് അതിന് വ്യത്യാസം സംഭവിക്കും, ക്യാൻസറായിട്ട് മാറും. അങ്ങനെ മാറുന്ന ഗ്രൂപ്പാണ് അനാപ്ലാസ്റ്റിക് ക്യാൻസർ. അത് മിക്കവാറും പ്രായമുള്ളവരായിരിക്കും. ഒരു ഏജിൽ 60 വയസ്സ് മുതൽ കാണുന്നവർക്ക് അനാപ്ലാസ്റ്റിക് ക്യാൻസർ സാധാരണ ഉണ്ടാകും. മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നതാണ് മെഡുലറി ക്യാൻസർ. ഈ മെഡുലറി ക്യാൻസർ എന്ന് പറയുന്നത് ആക്ച്വലി അത് തൈറോയിഡിന്റെ ക്യാൻസർ അല്ല. തൈറോയിഡിനകത്ത് പാരാഫോളിക്കുലർ സെൽസ് എന്ന് പറഞ്ഞ സെൽസ് ഉണ്ട്. ഈ കാൽഷ്യത്തിന്റെ റെഗുലേഷൻ, നമ്മുടെ ശരീരത്തിലുള്ള കാൽഷ്യത്തിന്റെ അളവിനെ റെഗുലേറ്റ് ചെയ്യുന്ന 2 ഗ്രന്ഥികളുണ്ട്. അതിൽ ഒന്നിന്റെ ഉണ്ടാകുന്ന ക്യാൻസറാണ് ഈ പാരാഫോളിക്കുലർ സെൽസ് അല്ലെങ്കിൽ മെഡുലറി ക്യാൻസർ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ക്യാൻസേഴ്സിനെ കുറിച്ചുള്ള തൈറോയ്ഡ് ക്യാൻസേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അത് മെലൈൻ സ്വെല്ലിംഗ്സിനെ കുറിച്ച് പറയും. രണ്ടാണെങ്കിലും ഇതിന് ബേസിക് ആയിട്ട് ചില ലക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ. ക്യാൻസർ സ്വെല്ലിംഗ് ആണെങ്കിലും അല്ലാത്ത സ്വെല്ലിംഗ് ആണെങ്കിലും സ്വെല്ലിംഗ് അല്ലാതെ വേറെ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കും തുടക്കത്തിൽ. അപൂർവം ചില ആൾക്കാർക്ക് തൈറോയ്ഡ് നോർമലായിട്ട് കാണും, പക്ഷെ കഴുത്തിന് 2 സൈഡിലൊക്കെ മുഴകളൊക്കെ കാണും. അപ്പൊ ഇത് പാപ്പിലറി ക്യാൻസർ പ്രത്യേകതയാണ്. തൈറോയിഡിൽ ഒരുപക്ഷെ നമുക്ക് നേരെ നോക്കുമ്പോൾ മുഴയൊന്നും കാണത്തില്ല. മിക്കവാറും പെൺകുട്ടികൾ 18-20 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ 2 സൈഡിൽ കഴുത്തിൽ മുഴകളായിട്ട് വരും. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും അത് ഒക്കൾട്ട് ക്യാൻസർ തൈറോയിഡ് പറയും. വളരെ ചെറിയൊരു ക്യാൻസർ ഗ്രോത്ത് ആയിരിക്കും, പക്ഷെ ഭയങ്കരമായിട്ട് ലിംഫ് നോഡ്സ് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ അപൂർവമായിട്ട് ക്യാൻസർ ഇനീഷ്യൽ സിംറ്റംസ് എന്നാണ് കുറവാണ്, അത് കുറവാണ്. മുഴകളായിരിക്കും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ ഈ തൈറോയ്ഡ് ക്യാൻസേഴ്സിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാം. ആദ്യം വെറൈറ്റീസിനെ കുറിച്ച് പറഞ്ഞു. 100% ക്യൂറബിൾ ആണെന്നുള്ളത്, 100% ട്രീറ്റ് ചെയ്ത് സുഖമാക്കാൻ പറ്റുന്നതാണ് തൈറോയ്ഡ് ക്യാൻസർ ഡോക്ടർ പറഞ്ഞത്. അതെ, ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്നത് ഈ മെഡിക്കലി ട്രീറ്റ് ചെയ്ത് ക്യൂർ ആക്കാമെന്നാണോ പറയുന്നത്? എന്താ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല. ഈ തൈറോയ്ഡ് ക്യാൻസറിന്
പ്രധാനമായും രണ്ട് തരം ചികിത്സയാണ്. ഒന്ന് സർജറി. ഷീറ്റ് ആങ്കർ ഓഫ് തൈറോയ്ഡ് ക്യാൻസർ ട്രീറ്റ്മെന്റ് സർജറി. സർജറി ചെയ്ത് സുഖമാക്കാവുന്ന ശരീരത്തിലെ ക്യാൻസറിലെ ഏറ്റവും കോമൺ ക്യാൻസറാണ് തൈറോയ്ഡ്. രണ്ടാമത്, നമ്മൾ പലപ്പോഴും ഈ തൈറോയ്ഡ് ക്യാൻസറിന് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത പല സ്ഥലങ്ങളിലേക്കും പോകാനുള്ള കഴിവ്. ഇത് ഡിഫറൻഷ്യേറ്റഡ് തൈറോയ്ഡ് ക്യാൻസർ. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾക്ക് നമ്മൾ ട്രീറ്റ്മെന്റിനകത്ത് ന്യൂക്ലിയർ മെഡിസിൻ ട്രീറ്റ്മെന്റുകൾ കൊടുക്കും. അതിനാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ആയിട്ട് ട്രീറ്റ്മെന്റ്. റേഡിയേഷൻ അല്ല, എക്സ്റ്റേണൽ റേഡിയേഷൻ അല്ല, കീമോതെറാപ്പി അല്ല, പിന്നെ ന്യൂക്ലിയർ മെഡിസിൻ ട്രീറ്റ്മെന്റ്. ഇത് ഒരു ദിവസം നമ്മൾ ഇത്ര മില്ലിക്യൂറി അളവ് ഈ റേഡിയോ ആക്റ്റീവ് കുടിക്കാൻ കൊടുക്കും. നമ്മൾ 3 ദിവസം ഐസൊലേഷനിലാണ് വെക്കും. അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ചെയ്യും. ഇത്ര കിലോളും അതുപോലെ ട്രീറ്റ്മെന്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഈ മറ്റ് ക്യാൻസറിനെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ പറ്റിയ ഒരു ക്യാൻസർ, ഏറ്റവും നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ക്യാൻസറാണ്. ഓക്കെ ഡോക്ടർ, തിരിച്ചു വരാൻ ഒരു ചെറിയ. ഓക്കെ ഡോക്ടർ, നമ്മൾ തൈറോയ്ഡ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു, റേഡിയോ ആക്റ്റീവ് ആയിരുന്നു കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് ഷീറ്റ് ആങ്കർ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ചോയ്സ് എന്ന് പറയുന്നത് സർജറി ആണെന്ന് പറയുന്നത്. തൈറോയ്ഡ് എടുത്ത് കളയും, ക്യാൻസർ ആയിട്ടുള്ള ഭാഗം എടുത്ത് കളയും. അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യമാണ് എനിക്ക് വരുന്നത്. ഒന്ന്, എല്ലാ സർജറിയും റിസ്കിയാണ്. തൈറോയ്ഡ് സർജറിയെ കുറിച്ച് പൊതുവെ പറയുന്ന അഭിപ്രായം റിസ്കിയാണെന്ന് മാത്രമല്ല, തൈറോയ്ഡ് സർജറി ചെയ്തു കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനായി പറഞ്ഞു തരാനുള്ള ഒന്ന് സൗണ്ടിന്റെ പ്രശ്നം. ഒന്നുകിൽ ശബ്ദം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ശബ്ദത്തിന്റെ പിച്ച് വ്യത്യാസം. ഈ രണ്ട് പ്രശ്നങ്ങളും ശരിയാണ്. അതിനെന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. ഏറ്റവും പ്രധാനമാണ് ഈ തൈറോയ്ഡ് സർജറി എന്ന് പറയുന്ന കലയാണ്, ഒരു ആർട്ടാണ്. കാര്യം എല്ലാ സർജറിയും പോലെ അല്ല തൈറോയ്ഡ് സർജറി. കാരണം നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ നെർവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സർജറി രണ്ടവയവങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് തൈറോയ്ഡ്, രണ്ട് പരോയ്ഡ്. ഇവിടെ ഒന്നുകിൽ ഗ്രന്ഥിയിലൊന്നാണ് ക്യാൻസർ. ഇവിടെ നമുക്ക് ഫേഷ്യൽ നെർവുണ്ട്, അതിന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മുഖം കൂടി പോകും. ഇവിടെ നമുക്ക് രണ്ട് നെർവ്സ് ഉണ്ട്, സുപ്പീരിയർ ഇന്റൽ നെർവ്, അതാണ് ഈ പിച്ച് എന്ന ഡോക്ടർ പറയുന്നത്. അത് ഇഞ്ചുറി ഉണ്ടാക്കിയാൽ നമ്മുടെ നല്ല ഓൾട്ടോ സൗണ്ടുള്ള നല്ല ടോണുള്ള ആളുടെ ശബ്ദം ബേസ് സൗണ്ടായിട്ട് മാറും, അല്ലെങ്കിൽ ടെനർ വോയിസ് ബേസ് ആയിട്ട് മാറും പറയും. രണ്ടാമത്തെ ഏറ്റവും പ്രധാന റെക്കറൽ ലെൻസ്. ആ നെർവിന് ഇഞ്ചുറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ശബ്ദം അടുത്തതേ പോകും, ശബ്ദം പോകും. അപ്പം എല്ലാവർക്കും ആർക്കാണ് ശബ്ദം അല്ലെ, നല്ലൊരു സിംഗർ, ടീച്ചർ, അല്ലെങ്കിൽ ഒരു സിംഗർ, അല്ലെങ്കിൽ ഒരു വോയിസ് കൊണ്ട് ജീവിക്കുന്ന അല്ലെ, നിങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽ ആൾക്കാർ, വോയിസ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ശബ്ദം എന്ന് പറയുന്നത് പ്രധാന കാര്യമാണ്. അപ്പം ഭയമാണ് എല്ലാവർക്കും, അല്ലെങ്കിൽ തന്നെ നമുക്ക് സംസാരിക്കാൻ പറയുന്നത് പ്രധാന കാര്യമല്ലേ. അപ്പൊ ഇതൊരു ആർട്ട്, ഒരു കലയാണ്. അപ്പൊ ആ നെർവിന് ഇഞ്ചുറി വരാതെ ട്രീറ്റ് ചെയ്യാൻ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതേ പ്രാധാന്യമുണ്ട് കാൽഷ്യം. നമ്മുടെ ശരീരത്തിലെ കാൽഷ്യം മെറ്റബോളിസം, കാൽഷ്യം എല്ലാം ജീവിക്കാൻ സാധിക്കും. ഇതിനെ റെഗുലേറ്റ് ചെയ്ത സംഗതിയാണ് പാരാതൈറോയ്ഡ് എന്ന് പറയുന്ന ഗ്രന്ഥികൾ. ഇതും തൈറോയിഡിന്റെ പുറകിലിരിക്കുന്ന 4 ഗ്രന്ഥികളാണ്. ഇതിനെ പ്രോപ്പറായിട്ട് സൂക്ഷിച്ചുകൊണ്ട് ശബ്ദവും സൂക്ഷിക്കാൻ പറ്റിയ ഒരു സർജറി ചെയ്തെങ്കിൽ മാത്രമേ ആർട്ട് പറയാൻ സാധിക്കൂ. അങ്ങനെ 100% സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ. 100% സക്സസ്. അപ്പൊ അതുപോലെ തന്നെ തൈറോയിഡ് സർജറിയിലെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, അതൊരു ഈ കമ്പയർ ടു തൈറോയിഡ് ക്യാൻസറിൽ ഉണ്ടാകാവുന്ന അപകട സാധ്യത വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും അല്ല. എന്നാൽ പോലും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. കാരണം തൈറോയിഡ് സർജറി ചെയ്ത് കഴിയുമ്പോൾ സാധാരണ ഇവിടെ മുതൽ ഒരു വരാൻ സ്ഥിരമായി ഉണ്ടാകുന്ന സാധനമാണ്. അതായത് സർജറി ചെയ്തതാണെന്നും തൈറോയിഡ് സാധാരണ സർജറി ചെയ്യുന്ന തൈറോയിഡ് ക്യാൻസറിലാണ്. അപ്പൊ ക്യാൻസർ തൈറോയിഡ് ഉള്ള ഒരാളായിരുന്നു ആ ആൾക്ക് സർജറി ചെയ്തിട്ടുണ്ടെന്നും വിളിച്ചു പറയുന്ന സംഗതി ആയിരിക്കും വരാൻ. അതൊരു പ്രശ്നമായിട്ടുള്ള തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്നത് ഈ ചാപ്പ കുത്തി പറഞ്ഞിട്ടില്ലേ, തമിഴ്നാട്ടിൽ കാളെ കൊണ്ടുവരുന്ന ചാപ്പ കുത്തി കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ പോലെ ബ്രാൻഡിങ്. ഇന്ന ആളുടെ നമ്മൾ തൈറോയിഡ് സർജറി ചെയ്തതാണ്, മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണെന്ന് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഒരു കാലത്ത്. ഇപ്പോഴല്ല, ഒരു കാലത്ത്. അപ്പൊ ഈ 100 വർഷം മുമ്പ്, ഏതാണ്ട് 110 വർഷം മുമ്പ് തിയഡോർ കോഹർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സർജനാണ് ലോകത്തിൽ ആദ്യമായിട്ട് തൈറോയിഡ് സർജറി സേഫ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ കാണിച്ചു കൊടുത്തത്. അദ്ദേഹത്തെ നോബൽ പ്രൈസ് കിട്ടി. പക്ഷെ 100 കൊല്ലം കഴിഞ്ഞ് ഇന്ന് നമ്മള് 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോഴും ഇപ്പോഴും ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ഇങ്ങനെ തൈറോയിഡ് സർജറി ചെയ്തതാണ് കണ്ടേ, ഞാൻ ദയനീയാവസ്ഥയിൽ നിൽക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നത് ആവശ്യമില്ല എന്നുള്ളതാണ്. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റോട് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത്. ഈ 100 വർഷം മുമ്പ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ 100 വർഷം മുമ്പ് ഒരാൾ കാണിച്ചത് ഒരു സർജൻ ചെയ്ത സർജറി നിങ്ങൾ 100 വർഷം തുടർന്നുവരികയായിരുന്നു ഡോക്ടർ തന്നെ പറഞ്ഞു. തീർച്ചയായും ഇപ്പോഴും വ്യത്യസ്തമായി മാറി ചിന്തിക്കുന്നു എന്നിട്ട് തന്നെ പറഞ്ഞു. ഞാൻ മാത്രമേ ചിന്തിക്കുന്നു. അല്ല, അങ്ങനെ ചിന്തിക്കാനുണ്ടായ ഒരു ചേതോവികാരം എന്താണ്? ഡോക്ടർ, ഈ നമ്മൾ ലോകത്തിലെ ശാസ്ത്രത്തിന്റെ പുരോഗതി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന മറ്റ് ബ്രാഞ്ചുകളിൽ ഉണ്ടാകുന്ന പുതിയ പ്രവണതകൾ നമ്മുടെ ശസ്ത്രക്രിയയിലോ മെഡിക്കൽ പ്രാക്ടീസിലോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.
ഇപ്പൊ സൗണ്ടിന്റെ ടെക്നോളജിയിൽ നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കും. സൗണ്ട് ആസ് എ ടൂൾ. ശബ്ദം, സ്റ്റെതസ്കോപ്പിൽ എന്താണ് ശബ്ദമാണ്. ശബ്ദം കൊണ്ട് നമ്മൾ പല ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഇന്ന് ലോകത്ത് ഒരുപാട് പുതിയ ടെക്നോളജീസ് വന്നിട്ടുണ്ട്. അൾട്രാസൗണ്ട്, പണ്ട് നമ്മൾ അൾട്രാസൗണ്ട് വിചാരിച്ചിരുന്ന ചുമ്മാ ഒരു മഴയുണ്ടോ വെള്ളമുണ്ടോ കണ്ടുപിടിക്കാം. ഇന്നാണല്ല 3D അൾട്രാസൗണ്ട് വരെ വന്നത്, CT സ്കാൻ, MRI, ഒത്തിരി പുതിയ പുതിയ ടൂൾസ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. അപ്പം പണ്ട് നമുക്കുണ്ടായിരുന്ന അനാറ്റമിക്കൽ കൺസെപ്റ്റ് അല്ല ഇന്ന് തൈറോയിഡിനെ പറ്റിയുള്ളത്. അത് നമ്മൾ ആ ഒരു ബ്രാഞ്ചിൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കുകയും അതിനെ റിസർച്ച് ചെയ്യുകയും ക്ലിനിക്കൽ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആഴങ്ങളിലേക്ക് പഠിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ആഴങ്ങളിലേക്ക് പഠിക്കാൻ നമ്മൾ ആലോചിച്ചപ്പോൾ ഇത്രനാണ് നമ്മൾ ചെയ്തിരുന്ന പരിപാടി ഇത് ബ്ലണ്ടറായിരുന്നു. അങ്ങനെ അല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കൊരു നല്ല, അപ്പൊ എന്റെ മുന്നേ നിൽക്കുന്ന ഒരു സ്ത്രീ, എന്റെ സഹോദരി, എന്റെ ഭാര്യ, അല്ലെ എന്റെ പെങ്ങൾ, എന്റെ ചേച്ചി, അനിയത്തി, അങ്ങനെയാണ് ഒരു കൺസെപ്റ്റ്. ഇവർക്ക് നമ്മൾ എന്തെങ്കിലും സ്കാർ കൊടുക്കണം. സ്കാർ ഇല്ല എന്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്തുകൂടാ. ഈ കൺസെപ്റ്റ് നമ്മളെ എപ്പോഴും ഒരു പുതുമയിലേക്ക് നയിക്കാൻ കഴിയും. ഇതിന് പുറകുണ്ടായിരുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് ന്യായമായിട്ടും ഈ ഇമേജസ്, പുതിയ ഡയഗ്നോസ്റ്റിക് ടൂൾസ്, അത് നമുക്ക് നല്ല ഐഡിയാസ് പറഞ്ഞു. ഈ ഡയഗ്നോസ്റ്റിക് ടൂളിന്റെ കാര്യം ഡോക്ടർ പറയും. ഇപ്പം അൾട്രാസൗണ്ട് ഇമേജിംഗ് ഉണ്ട്, പുതിയ 3D അൾട്രാസൗണ്ട് ഉണ്ട്, CT സ്കാനിങ്, MRI സ്കാനിങ്, MR ആൻജിയോഗ്രാഫി, അങ്ങനെ വരുന്നുണ്ട്. ശരിയാണ്, ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇമേജിംഗ് ടെക്നോളജി വന്നിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്നു. പക്ഷെ അതിൽ ഒരു ജനറൽ പോയിന്റ് ഓഫ് വ്യൂ മാത്രമായിട്ട് ഞാൻ ചോദിച്ചത് സർജൻസ് പോയിന്റ് ഓഫ് വ്യൂ. ക്യാൻസർ സെൽ ഡോക്ടർ തന്നെ പറഞ്ഞ് 100 വർഷം മുമ്പ് കണ്ടുപിടിച്ച അതേ ടെക്നിക്ക് തന്നെയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് അതിനെപ്പറ്റി മാറി ചിന്തിക്കാൻ ഡോക്ടർ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സർജൻസ് പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ മാറി ചിന്തിക്കാനുണ്ടായി എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. അതായത് ഒരു കൊല്ലം മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഇതേപോലുള്ള സർജറി തന്നെയാണ്. ഒരു നല്ല അനാറ്റമിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെ കീറി മുറിച്ച് 1ാം വർഷം MBBS പഠിക്കുന്ന സ്റ്റുഡന്റ് പഠിക്കുന്ന അങ്ങനെ അനാറ്റമി പറയും. ഒരു നല്ല അനാറ്റമിസ്റ്റ് ആയിരുന്നു നല്ല സർജൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ആലോചിക്കും, പല പേഷ്യൻസും നമ്മൾ പറയും, ഡോക്ടറെ ഇത് ഭയങ്കര കഷ്ടമാണ്, നീരാകുന്നു, ഇവിടെ ഭയങ്കര വ്യക്തിയുടെ സ്കാറാണ്, എനിക്ക് എന്റെ മോക്ക് കല്യാണം കഴിക്കാൻ പോകും, പക്ഷേ ഈ സ്കാർ കഴിക്കുന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ പ്രയാസമാകും. അതൊക്കെ ഫാക്ട്സ് ആണ്, നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ കൊച്ചു പിള്ളേരെ സർജറി ചെയ്യുമ്പോൾ ഇപ്പോഴും കഴുത്തിൽ പാടുന്നുണ്ട്. എങ്ങനെ മറച്ചാൽ പല നമ്മള് ചുരിദാറിന്റെ ഷാളുകൾ മറക്കാൻ നോക്കും, എങ്ങനെ മറക്കാൻ നോക്കിയാൽ ഇത് സ്കാറുകളാണ്. അപ്പൊ ന്യായമായിട്ടും മാനസികമായിട്ടും നമുക്കൊരു ഭയങ്കര ഒരു തകർച്ചയാണ്. അസുഖസുഖമാക്കി നമ്മൾ ഒത്തിരി മുൻകിരിക്കും. അതാണ് വേറെ കാര്യം. നിന്ന പ്രോപ്പർട്ടി നാം മരിച്ചുകൊണ്ട് ആൾക്കാരല്ല. ഇവര് വർഷങ്ങളോ 10, 20, 30, 40, 50 സാധാരണ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു. ഇത്രയും കാലം നമ്മൾ ഈ കാലം കൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്തുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായി ചിന്തിച്ചുകൂടാ? പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ മാത്രം പോലെ അതിന് സയൻസ് ഉണ്ടായിരിക്കും. അതിനൊരു ഒരു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒരു റീസൺ ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒന്ന്, തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്ന സാധനം കഴുത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നെങ്കിലും ആക്ച്വലി അത് സെൻട്രൽ ഓർഗൻ അല്ല. അത് ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് ആണ്, സെൻട്രൽ കമ്പാർട്ട്മെന്റ്. അതിനകത്തെ ലാറ്ററൽ ഓർഗനാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ഇതാണ് എന്നെ ആദ്യം ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകം. 2, നമ്മൾ നോക്കുമ്പോൾ ഈ ഗ്രന്ഥി ഒന്ന് മാറ്റണമെങ്കിൽ അതിന്റെ രക്തക്കുഴലുകൾ അതിനോട് സപ്ലൈ ചെയ്യുന്നതും അതിൽ നിന്ന് പോകുന്നതുമായ രക്തക്കുഴലുകളെ നമ്മൾ മുറിച്ച് ബ്ലോക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇതിന് രക്തക്കുഴൽ സപ്ലൈ ചെയ്യുന്ന ലാറ്ററൽ സൈഡിൽ നിന്നാണ്, താഴെ നിന്നും മുകളിൽ നിന്നൊക്കെ ഉള്ളത് സൈഡുകളിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്ന് സപ്ലൈ വരുന്ന ഒരു അവയവത്തിനെ മുന്നിൽ നിന്ന് ഞാൻ വലിയ ഫുട്ബോൾ പോലെ നിൽക്കുന്ന മഴയെ മുന്നിൽ നിന്ന് ഞാൻ അപ്രോച്ച് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ന്യായമായിട്ട് എന്റെ കോംപ്ലിക്കേഷൻസ് റേറ്റ്, ബ്ലീഡിങ് കൂടും, പ്രശ്നങ്ങൾ കൂടും. ഞാനാണ് 2-3 ml ബ്ലഡ് ലോസ് ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടർ. ഞാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കാറില്ല, മിക്കവാറും സർജറി കൊടുക്കാറില്ല. അപ്പം രക്തം നഷ്ടപ്പെട്ട് ശബ്ദം നേരെ പോകുന്ന സൈഡിൽ കൂടെ ഫ്രണ്ടിലൂടെ നേരെ പോകും. സൈഡിൽ കൂടെ നേരെ പോകുന്ന ഞാൻ ഫ്രണ്ടിലൂടെ അപ്രോച്ച് ചെയ്ത് പോകുമ്പോൾ വലിയൊരു മഴ ചെയ്യുമ്പോൾ ന്യായമായിട്ട് ഞാൻ ഇഞ്ചുറി ഉണ്ടാകും. ഞാൻ സൈഡിൽ കൂടെ പോയി അതിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കുറെ സൈഡിൽ പാടുകളാതെ കഴുത്തിന്റെ സൈഡിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരെ ആ നെർവിന്റെ മുകളിൽ, നേരെ ഞാൻ ആ ബ്ലഡ് വെസലിന്റെ മുകളിൽ, നേരെ ഞാൻ പാലക്കാടിന്റെ മുകളിലേക്ക് എത്തും. അപ്പൊ ഞാൻ സ്കാർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, റിസ്ക് ഇല്ല, പേഷ്യന്റിന് പാടുകൾ വരത്തില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഏതിനെ അപ്രോച്ച് ചെയ്യണം അവിടേക്ക് മാത്രം പോയി നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് ചെറിയ ഇൻസിഷനുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോ അതായത് പറയുകയില്ല, ഇപ്പോ ഒരു സൈഡിലെ ആ സ്കാർ കൊണ്ട് മറ്റേ സൈഡിലെ ഗ്ലാൻഡ് വരെ ഞാൻ മാറ്റാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി നമുക്ക് ദൈവം നമുക്കൊരു ഒരു കല നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. കത്തി നമ്മുടെ കയ്യിൽ തരാനുള്ളൊരു ഭാഗ്യം തന്നപ്പോ മറ്റുള്ളവർക്ക് നമ്മൾ സ്കാർ കൊടുക്കാതെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച. നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം ഡോക്ടർ. ചെറിയ ബ്രേക്ക്. ക്യാൻസർ എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള
നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളത് നേരത്തെ കണ്ടുപിടിച്ച ഒരു ക്യാൻസർ. ഇതാണ് ഫാക്ട്. ഇപ്പൊ ഡോക്ടർ പറയാനേക്കും അറിയാം. അപ്പൊ ഓൾറെഡി മാനസികമായി കടന്നിരിക്കുന്ന വ്യക്തി വീണ്ടും എന്റെ സർജറികൾ ഏറ്റവും മോശമായ രീതിയിൽ ചെയ്തു കൊടുത്തിട്ട് ആളുകൾ അല്പകൂടെ മാനസികമായിട്ട് തകർക്കാന്ന് പറയുന്നത് അത് ഭയങ്കര ക്രൂരമായ സംഗതിയാണ്. അതേ സ്ഥാനത്ത് പ്രതീക്ഷ, നമ്മളാളുടെ ഭാവിയിലേക്കുള്ള ഒരു നന്മ, പിന്നെ ഈ സമൂഹത്തെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ്, പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ ഭാഗത്ത് തെറ്റിദ്ധാരണയാണ് ക്യാൻസർ ബാധിച്ച പിറ്റേ ദിവസം കാലം വെച്ചു പോകും. അങ്ങനെയൊന്നുമല്ല. ഓരോ അവയവത്തിലുള്ള ഓരോ തരത്തിലുള്ള ക്യാൻസർ അനുസരിച്ച് പല ആൾക്കാർക്കും സാധാരണ ആൾക്കാരെ പോലെ നമ്മൾ ജീവിക്കുന്നു. ഈ സമൂഹത്തിൽ കൊള്ളാവുന്ന മനുഷ്യരായിട്ട് നമ്മൾ ജീവിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊഡക്ടിവിറ്റി കൂടുന്ന ഒരു കൺസെപ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ക്യാൻസർ ഉള്ളതുകൊണ്ട് ഒരു മുകളിൽ കൊണ്ട് ആളെ കിട്ടുന്ന ആ കൺസെപ്റ്റൊക്കെ പോയി. അപ്പോ ശരീരത്തിൽ ഏത് അവയവത്തിൽ ക്യാൻസർ വന്നാലും, അത് അബ്ഡമിനകത്ത് വന്നാലോ, ബ്രസ്റ്റിൽ വന്നാലോ, അല്ലെങ്കിൽ മുഖത്ത് വന്നാലോ, ഏത് അവയവത്തിൽ ക്യാൻസർ വന്നാലും ഏറ്റവും മനോഹരമായ രീതിയിൽ ആ ആളിന് ഏറ്റവും സൗന്ദര്യം കൊടുക്കാവുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം ഇന്ന് ക്യാൻസർ ചികിത്സ നമ്മളാണ് ലോകമെമ്പാടും ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ആളുടെ ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊതുവെയുള്ള ഷേപ്പിനും ഫോമിലും നഷ്ടം വരാതെ ഒരു വ്യത്യാസം വരാതെ ഏറ്റവും മികച്ച രീതിയിൽ ആളിനെ ബൈലാറ്ററൽ സിമെട്രി, അതായത് സൗന്ദര്യ സങ്കല്പങ്ങളെല്ലാം ഭംഗിയായി കൊടുക്കാവുന്നത്. നിങ്ങൾക്ക് ക്യാൻസർ വന്ന ഒരാളുടെ മുഖം ഞാൻ വികൃതമായി കഴിഞ്ഞാൽ ആളെങ്ങനെ നമുക്ക് ഫേസ് ചെയ്യും? ആൾ ഒരുപാട് നാൾ വീട്ടിലിരിക്കുകയായിരുന്നു. നമുക്കറിയാം ശരത് പവാറിന്റെ ഫേസ് നോക്കുക. ശരത് പവാറിന്റെ ക്യാൻസർ വന്നിട്ട് ട്രീറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഫേസ് സമയത്ത് ഞാനൊക്കെ ചോദിക്കും എന്ത് പറ്റിയാണ് ചോദിക്കും. അപ്പൊ നമ്മുടെ മുഖം ഏറ്റവും സൗന്ദര്യമായ രീതിയിൽ ക്യാൻസർ ട്രീറ്റ് ചെയ്യുകയാണെങ്കിലും ആരും അറിയത്തില്ല. ബ്യൂട്ടി ഓഫ് ക്യാൻസർ ആവശ്യമാണ്. ഈ പറയുന്ന സൗന്ദര്യ സങ്കല്പം അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന തൈറോയിഡ് ക്യാൻസർ സർജറി ചെയ്യുന്ന സ്റ്റാർ പുറത്ത് കാണാത്ത വെച്ച് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഇത്രയും ഈ പറയുന്ന ഒരു എന്താ പറയുക കോസ്മെറ്റിക്സിന്റെ ആപ്ലിക്കേഷൻ ഉള്ള വേറെ ക്യാൻസർ സർജറി അല്ലെങ്കിൽ കൺസെപ്റ്റിലുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ലോകത്തിൽ ഏറ്റവും ആദ്യമായിട്ട് സൗന്ദര്യ സങ്കല്പം കൊടുക്കാൻ വന്ന ക്യാൻസർ ട്രീറ്റ്മെന്റാണ് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ 100% ക്യൂറബിളാണ്. അപ്പൊ 100% ക്യൂറബിൾ ക്യാൻസറിന് വേണ്ടി അവയെ കുറിച്ച് പറയുന്ന കാര്യമില്ല. ബ്രസ്റ്റ് ക്യാൻസറിലെ ക്യാൻസർ മാത്രം മാറ്റുകയും അവയെ പരിരക്ഷിച്ചുകൊണ്ടുള്ള ബ്രസ്റ്റ് ഓങ്കോപ്ലാസ്റ്റിക് സർജറി നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ബ്രസ്റ്റ് മുറിച്ച് മാറ്റുന്ന ക്യാൻസർ ചികിത്സയില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഓരോ അവയവങ്ങളിലും എല്ലാ അവയവങ്ങളിലും നമുക്ക് നമ്മൾ ക്യാൻസർ മാത്രം ട്രീറ്റ് ചെയ്താൽ പോലെ എന്തിനാ ആൾക്കാരെ ഈ ശരീരം മുഴുവൻ വികൃതമാക്കുന്ന ട്രീറ്റ്മെന്റ് അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ക്യാൻസർ ഉള്ള സ്ഥലത്ത് നമുക്ക് ഇന്ന് കീമോതെറാപ്യൂട്ടിക് മരുന്ന് കൊടുത്ത് ട്യൂമറിനെ ചുരുക്കിയ ശേഷം പോലും ഓർഗൻ പ്രിസർവേഷൻ ചെയ്യും. ഓർഗൻ പ്രിസർവേഷൻ മാത്രമേ അതാണ് വാച്ച് വേർഡ് ഇന്നത്തെ ക്യാൻസർ ട്രീറ്റ്മെന്റ്. അപ്പം സൗന്ദര്യ സങ്കല്പങ്ങൾ വളരെ പ്രധാനമാണ്. ക്യാൻസർ ആകാതെ നമുക്ക് ആരെയും ഒരു ട്രീറ്റ് ചെയ്ത് മുകളിലേക്ക് എത്താവുന്നതല്ല. ഈ ഓർഗൻ പ്രിസർവേഷൻ അല്ലെങ്കിൽ ഓർഗൻ കൺസർവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വളരെ ലേറ്റ് ആയിട്ടുണ്ടായ കൺസെപ്റ്റാണ്. തൈറോയിഡാണെങ്കിൽ ഡോക്ടർ പറയുന്നു 1 വർഷം മുമ്പ് വരെ ഡോക്ടർ ചെയ്തിരുന്നത് ഫ്രണ്ടിൽ കൂടെ സ്റ്റാർ എടുത്തായിരുന്നു. അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കും. അപ്പൊ 1 വർഷം മുമ്പ് തൈറോയിഡ് സർജറി ചെയ്തതിൽ അല്ലെങ്കിൽ ഈ ഓർഗൻ പ്രിസർവേഷൻ എന്ന കൺസെപ്റ്റ് വരുന്നതിന് മുന്നേ ബ്രസ്റ്റ് ക്യാൻസറിന്റെ സർജറി ചെയ്തിട്ടുണ്ടാകും. അവർക്കും ഒക്കെ ഈ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നല്ലേ അത് വിഷമം ഉണ്ടാക്കാറില്ല നമുക്ക്. അപ്പൊ അന്ന് കാലത്തുള്ള മെഡിക്കൽ നോളജും അഡ്വാൻസ്മെന്റും നമുക്കില്ലായിരുന്നു. പക്ഷേ നമുക്ക് മാറി ചിന്തിക്കാനുള്ള ഒരു ഇതൊക്കെ വന്ന് പഠിച്ചു പോകുന്ന ഒരു നിമിത്തമല്ല. നമുക്ക് അങ്ങനെ വന്ന് നമുക്ക് ആലോചിക്കുന്നത് എന്തുകൊണ്ട് കൊടുത്തുകൂടാ. എപ്പോഴും നമുക്ക് ഇങ്ങനൊരു കൺസെപ്റ്റ് നമ്മൾ കൊടുക്കാൻ പോലും സപ്പോസ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് കേസ് നമ്മൾ ചെയ്യുമ്പോൾ ബ്ലാണ്ടർ ആണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള കൺസെപ്റ്റ് മനസ്സിലുണ്ട്. പക്ഷെ എന്നാലും കഴിവതും നമ്മൾ ആലോചിക്കും ഈ ആളെ നമുക്ക് എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പോലെ. ഈ ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേറൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അവയർനെസ്, ഏർലി ഡിറ്റക്ഷൻ. അതിനെക്കുറിച്ചുകൊണ്ട് പറയാം. ഇന്ന് ലോകത്ത് നമ്മൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാന കാര്യം ലോകം മുന്നോട്ട് പോകുമ്പോൾ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഒക്കെ ലോകത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമുക്ക് പുതിയ അസുഖങ്ങൾ ചിക്കൻ മുങ്ങിയ എങ്ങനെയൊക്കെ കുറച്ചു പോകും. നമ്മുടെ പബ്ലിക് ഹെൽത്ത് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടും ക്ലീൻനെസ് ഇല്ലാത്തതുകൊണ്ടും സിവിക് സെൻസ് ഇല്ലാത്തതുകൊണ്ടും നമ്മൾ തന്നെ നമ്മുടെ അസുഖം വരുത്തി വെക്കുന്നു. അതൊരു സെക്ഷൻ. എന്നാൽ ഈ ലോകം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കാൻ പോകുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് ഡയബറ്റിസ്, ഹാർട്ട് ഡിസീസ്, ക്യാൻസർ. അതിൽ മനുഷ്യന് ഏറ്റവും കോൺട്രോൾ ചെയ്യാൻ പ്രയാസമായിട്ട് വരുന്ന അസുഖം എന്ന് പറയുന്നത് ക്യാൻസറാണ്. അപ്പൊ ക്യാൻസർ എന്ന് പറയുന്ന സംഭവത്തിന് മറുവശം എന്ന് പറയുന്നത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ 100% ക്യൂർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഡയറ്ററി ഇന്റർവെൻഷൻസ് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജീസ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ക്യാൻസറിനെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം. പോസിബിൾ. നമ്മൾ അങ്ങനെ ചിന്തിക്കണം, മാറി ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലത്ത് അധ്വാനിക്കുന്ന ജനത എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ സമ്പത്താണ്. അപ്പൊ അങ്ങനെ അധ്വാനിക്കുന്ന ജനത നമുക്ക് വേണം. ആശുപത്രി കിടക്കുന്ന രോഗികളെ നമുക്കല്ല ആവശ്യം. നമുക്ക് രാഷ്ട്രത്തിന് വേണ്ടി ജോലി എടുക്കാൻ കഴിവുള്ള ആൾക്കാരെ
ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് അറിയണം. ക്യാൻസർ എന്നൊരു സാധനം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. നേരത്തെ സുഖമാക്കാൻ അറിഞ്ഞിരിക്കണം. തൈറോയ്ഡ് ക്യാൻസർ പോലെ സംഗതിയാണെങ്കിൽ 100% ക്യൂർ ചെയ്യാവുന്നതാണ്. ഈവൻ ലങ് മെറ്റസിസ്, ലങ്ങിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ക്യാൻസർ രോഗികൾ പോലും സുഖമാക്കാൻ സാധിക്കും. അത്ര ഹൈ ഡോസ് ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ കഴുത്തിൽ മുഴയെ വെച്ചുകൊണ്ട് ഇവൻ ബിനാൻ ട്യൂമർ പോയി ബിനാനായിട്ടിരിക്കുന്ന ക്യാൻസർ എല്ലാവർക്കും ഗ്രോത്ത് ഉണ്ട്. ഈ ഗ്രോത്തിന് പ്രധാനമായിട്ടും 3 കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ഹെമറേജ്, അത് ബ്ലീഡ് ചെയ്യുക. 2 മെലിഗ്നൻസി, 3 തൈറോടോക്സിക്കോസിസ്, HMG. ഈ 3 പ്രശ്നങ്ങൾ ഉണ്ടാവും. അവർ പോലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പണ്ട് കാലത്തെ പോലെ അല്ലിരുന്നത്. തൈറോയിഡിന്റെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ സുഖമാക്കാൻ സാധിക്കുന്നതാണ്. തൈറോയിഡിന്റെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ കോസ്മെസിന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സ്കാർ ഇല്ലാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്ര